സുഹൃത്തുക്കളെ, കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിങ്ങളോട് തെളിയപ്പെടുത്തുന്നത് എന്തെന്നാൽ ഞങ്ങൾ ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജിലെ പെൺപുലികൾ കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോടൊപ്പം ചേർന്ന് ഇന്നിവിടെ നടത്തുന്നു ഒരു നാടകം. തെരുവ് നാടകം. തെരുവ് നാടകം. ദൈവമേ, ഈ വീട്ടിലാണ് ഒരു മണി അരി പോലും ബാക്കിയില്ല. മഴ കാരണം ചേട്ടനാണ് പണിയുമില്ല. ഞാൻ എന്ത് ചെയ്യും? ചേച്ചി 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 എന്തിനാ കുഞ്ഞു കരയുന്നത്? എന്റെ മെമ്പറെ, അവള് വിശന്നിട്ടാ കരയുന്നത്. ഈ വീട്ടിലാണ് ഒരു മണി അരി പോലും ബാക്കിയില്ല. മഴ കാരണം ചേട്ടനാണ് പണിയുമില്ല. ഞാൻ എന്ത് ചെയ്യും? ഇതായിരുന്നോ കാര്യം? മോള് കരയണ്ട കേട്ടോ, നമുക്ക് ശരിയാക്കാവേ. മോള് കരയല്ലേ? ഹലോ, ആ സാറേ, ഞാനേ നമ്മുടെ 11ാം വാർഡിലെ മെമ്പറാ. നമ്മുടെ മണിച്ചേച്ചിയുടെ വീട്ടിലാണെങ്കിലേ ഇന്ന് ആഹാരം വെച്ചിട്ടില്ല. ആ കുഞ്ഞാണെങ്കിൽ വിശന്നിട്ട് കിടന്ന് കഴിയുവാ. ഈ മഴ കാരണം ആ ചേട്ടനാണെങ്കിൽ പണിയും ഇല്ല. അവർക്ക് എന്തെങ്കിലും ഒരു സഹായം. ആ ശരി ശരി, ഞാൻ എന്തായാലും ഇവിടെ തന്നെ കാണും. ആ ഓക്കെ ഓക്കെ. മോള് കരയണ്ടേ കേട്ടോ, അവരിപ്പോ ആഹാരമായിട്ട് മെമ്പറേ. ആ ഇന്നാ ചേച്ചി, ഇന്നാ കുഞ്ഞിന് ആഹാരം കൊടുക്കും. മോള് പോയി ആഹാരം കഴിക്കേ. പ്രിയമുള്ള വിദൂഷക, നമ്മുടെ നാട്ടിൽ പാഴാക്കി കളയുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. അതിന് ഈ നാട്ടിലെ പ്രധാന വ്യവസായങ്ങളും സജീവ പൗരന്മാരും ഒത്തുചേരണം. അതേസമയം വിശക്കുന്നവരും ദരിദ്രരുമായ കുടുംബങ്ങൾക്ക് നമ്മൾ ഭക്ഷണം സംഭാവന ചെയ്യാൻ തയ്യാറാവുകയും വേണം. ഉദാഹരണത്തിന്, ഒരു കല്യാണ വീട്ടിൽ കുറേയേറെ ഭക്ഷണം മിച്ചം വന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സർക്കാരിന്റെയും മറ്റു സുമനസ്സുകളായ വ്യക്തികളുടെയും സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ നാട്ടിലെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടാൽ അവർ ശേഖരിച്ചു കൊള്ളും. പ്രിയ വിദൂഷക, എന്താണ് FSSAI? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതാണ് FSSAIയുടെ പൂർണ്ണ രൂപം. അതായത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഇന്ത്യ ഗവൺമെന്റ്, മറ്റു ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംരംഭമാണ് FSSAI. ഇതിന്റെ ലക്ഷ്യങ്ങൾ സേവ് ഫുഡ്, ഷെയർ ജോയ് എന്നിങ്ങനെയാണ്. അതായത് ഭക്ഷണം പാഴാക്കി കളയാതിരിക്കുക, വിശക്കുന്നവന് ഭക്ഷണം നൽകുക, അപ്രകാരം കൊടുക്കുന്നവനും വാങ്ങുന്നവനും സന്തോഷം ലഭിക്കുക. നല്ല കാര്യമല്ലേ? നല്ല കാര്യം, നല്ല കാര്യം, നല്ല കാര്യം. ഭക്ഷ്യധാന്യ ഉൽപാദനം മുതൽ അവസാനം ഭക്ഷണം തയ്യാറാകുന്നത് വരെയുള്ള ഭക്ഷ്യ ശൃംഖലയിൽ ഭക്ഷണം പാഴാക്കി കളയുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നത് തടയുന്നതിന് FSSAI ഈ നാട്ടിലെ പൗരന്മാർ, സന്നദ്ധ പ്രവർത്തകർ, തദ്ദേശ സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റുകൾ, ഭക്ഷ്യ വ്യവസായങ്ങൾ എന്നിവരുമായി ഒത്തുചേർന്ന് പ്രവർത്തനം നടത്തി വരുന്നു. ഭക്ഷ്യസുരക്ഷ, ശുചിത്വം, ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ലഭ്യത എന്നിവ FSSAIയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. മനസ്സിലായി. പാവപ്പെട്ടവർക്കും ആവശ്യമുള്ളവർക്കും മിച്ചം വന്ന ആഹാരങ്ങൾ കൊടുക്കുമ്പോൾ അമിതമായി പാഴാക്കി കളയുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാൻ പറ്റുമല്ലോ, അല്ലേ? അതെ, അത് തന്നെയാണ് നമ്മുടെ ഈ നാടകത്തിന്റെ ലക്ഷ്യവും. പ്രിയമുള്ള നാട്ടുകാരെ, അതുവഴി നിങ്ങളുടെ പരിസര ശുചീകരണവും നടക്കുമല്ലോ, അല്ലേ? ശുദ്ധമായ ഭക്ഷണം, അതാണ് നമ്മുടെ ലക്ഷ്യം. വീട്ടുമുറ്റത്ത് പച്ചക്കറിത്തോട്ടം. ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന പ്രിയമുള്ള നാട്ടുകാരെ, സൊമാലിയ പോലുള്ള രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കേഴുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. ഭക്ഷണം ആർഭാടമല്ല, ആവശ്യം മാത്രം. വൃത്തിയുള്ള മിതമായ ആഹാരം ഒരു ശീലമാക്കാം. വിരുന്നുകളിൽ മിച്ചം വരുന്ന ആഹാരം വിശക്കുന്നവന് നൽകാം. അപ്രകാരം വിശക്കുന്നവന് ആഹാരം നൽകി
ആ മുഖങ്ങളിൽ തെളിയുന്ന സംതൃപ്തി കണ്ട് നമുക്ക് സന്തോഷിക്കാം. അപ്പോൾ സേഫ് ഫുഡ്, ഷെയർ ഫുഡ്, ഷെയർ ജോയ്. Safe food, share joy.